ലേസർ എന്ന് പറയുന്ന സെക്കൻഡ് മോഡ്യൂളിനകത്ത് ചോദിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ലേസർ supported by the gain spectrum which has a bandwidth of 6 nanometer and cavity length of 200 micrometer. Emission wavelength is 800 nanometer. Assume refractive index of 3.6. സോ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എല്ലാം ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് ആക്സിയൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ലേസർ മോഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് അതിൽ വരുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അലുമിനിയം ഗാലിയം ആർസനൈഡ് ലേസർ സപ്പോർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് മോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മോഡ്സിന്റെ ഇക്വേഷൻ അറിയാം. നമ്പർ ഓഫ് മോഡ്സ് എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ 2LNR divided by lambda, where L is the length of the cavity, NR is the refractive index and lambda is the emission wavelength. So നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So it is equal to 2 into the cavity length എന്ന് പറയുന്നത് 200 micrometer ആണ്. So 200 micrometer into refractive index is 3.6 divided by emission wavelength is 800 nanometer. അപ്പം ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ യൂണിറ്റ് എഴുതാൻ കാരണം എല്ലാത്തിനെയും ഒരേ യൂണിറ്റിൽ തന്നെ ആക്കുക. ഐദർ കൺവേർട്ട് മൈക്രോമീറ്റർ ടു നാനോമീറ്റർ അല്ലെങ്കിൽ നാനോമീറ്ററിനെ മൈക്രോമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 into 200 into 3.6 ഡിവൈഡഡ് ബൈ ഞാനിപ്പോൾ നാനോമീറ്ററിനെ മൈക്രോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 800 into 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം മൈക്രോമീറ്റർ. ഓക്കെ, സോ 200 മൈക്രോമീറ്ററും ഇവിടുത്തെ മൈക്രോമീറ്ററും ക്യാൻസൽ ചെയ്തു പോകും. സോൾവ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് 1800 മോഡ്സ് എന്ന് കിട്ടും. ഓക്കെ, 1800 മോഡ്സ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ 1800 മോഡ്സും ലേസർ സപ്പോർട്ട് ചെയ്യുന്ന മോഡല്ല. ഓക്കെ, ഗെയിൻ കർവിനകത്ത് വരുന്ന മോഡ്സ് എത്രണ്ണമാണോ ഉള്ളത് അതാണ് ലേസർ സപ്പോർട്ട് ചെയ്യുന്ന ആക്ച്വൽ നമ്പർ ഓഫ് മോഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ആക്സിയൽ മോഡ്സിൽ ഒരു റെസണൻസ് കർവ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും കിട്ടുന്നത്. ആക്ച്വലി ലേസറിനകത്ത് എന്തുണ്ടാവും, ഒരുപാട് നമ്പർ ഓഫ് മോഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ റെസണൻസ് കർവിനകത്ത് വരുന്ന ഈ ഇത്രയും നമ്പർ ഓഫ് മോഡ്സ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ലേസർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ 1800 മോഡ്സിൽ ഈ ഗെയിൻ കർവിനകത്ത് വരുന്ന എത്ര നമ്പർ ഓഫ് മോഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വൻസി സ്പേസിങ്ങും കറസ്പോണ്ടിങ് വേവ് ലെങ്ത് സെപ്പറേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ഫ്രീക്വൻസി സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് മോഡ്സ്. ഫ്രീക്വൻസി സ്പേസിംഗ് അല്ലെങ്കിൽ ഫ്രീക്വൻസി സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് മോഡ്സ്. സോ ഇതും നിങ്ങൾ നിങ്ങൾ ഓൾറെഡി സ്റ്റഡി ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ ന്യൂ. സോ ഡെൽറ്റ ന്യൂ ഈസ് ഗിവൺ ബൈ C ഡിവൈഡഡ് ബൈ 2LNR. ഓക്കെ, C ഡിവൈഡഡ് ബൈ 2LNR. ഇതിൽ ഇക്വേഷൻ സിമ്പിൾ ആണ്. ഇവിടെ ലാംഡയ്ക്ക് എന്ത് സ്പെസിഫൈ ചെയ്യുക, ലാംഡയ്ക്ക് ഫ്രീക്വൻസിയുടെ ടേമിൽ സ്പെസിഫൈ ചെയ്യുക. അഡ്ജസൻറ്റ് മോഡ്സ് ആകുമ്പോഴത്തേനും എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആവും. സോ റീഅറേഞ്ച് ചെയ്ത് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് എടുക്കുക C/2LNR. ഇക്വേഷൻസ് എല്ലാം ഓൾറെഡി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സോ C എന്ന് പറയുന്നത് 3 into 10⁸. ഇവിടെ ശ്രദ്ധിക്കുക മീറ്റർ പെർ സെക്കൻഡ് ആണ്. Then divided by 2 into cavity length is 200 micrometer into 3.6. So 200 micrometer എന്ന് പറയുമ്പോൾ 10⁻⁻6 ആണ്. So 10⁻⁻6 മുകളിൽ പോകുമ്പോൾ 10⁻6 ആവും. 10⁸8 + 6 is 10⁻14. സോ ബാക്കിയുള്ള പാരാമീറ്റർ എല്ലാം കട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നത് 2.08 into 10⁻11 ഹെർട്സ് എന്ന് കിട്ടും. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് 208 GHz. സോ അഡ്ജസൻറ്റ് ഫ്രീക്വൻസി കമ്പോണൻസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 208 GHz ആയിരിക്കും. ഇനി എടുക്കാനുള്ളത് കറസ്പോണ്ടിങ് വേവ് ലെങ്ത് സെപ്പറേഷൻ. സോ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതും നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. കറസ്പോണ്ടിങ് വേവ് ലെങ്ത് സെപ്പറേഷൻ ഇസ് ഗിവൺ ബൈ ഡെൽറ്റ ലാംഡ.
So delta lambda is equal to lambda square divided by 2L nr into 1 minus lambda by nr into d nr divided by d lambda the whole raised to minus 1. ഈക്വേഷനും അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3.6 ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞിട്ടില്ല. സോ എന്ത് ചെയ്യാം, ഡി എൻ ആർ ബൈ ഡി ലാംഡ എന്ന് പറയുന്നത് ക്യാൻ ബി അസ്യൂം ടു ബി ഈക്വൽ ടു 0. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് ടേം നമുക്ക് എന്താ, ഈ കംപ്ലീറ്റ് ടേം നമുക്ക് 0 ആവും. നമുക്ക് ലാംഡ സ്ക്വയർ ബൈ 2L nr മാത്രമേ ഉണ്ടാവത്തുള്ളൂ. So it is approximately equal to lambda square divided by 2L nr. ഇതിൽ നമുക്കൊരു ഈസി സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. 2L nr എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷന് 2L nr എന്ന് പറയുന്നത് C ബൈ ഡെൽറ്റ നു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് C അറിയാം, ഡെൽറ്റ നു എന്ന് പറയുന്നത് 208 GHz എന്ന് അറിയാം. ഈസി കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ്. സോ ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2L nr ന് പകരം C ബൈ ഡെൽറ്റ നു എന്ന് എടുക്കുക. സോ ഇത് വേണമെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് ഇക്വേഷൻ 1. ഓക്കെ, സോ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇറ്റ് ഇസ് ഗിവൺ ബൈ ലാംഡ സ്ക്വയർഡ് ഇൻറ്റു ഡെൽറ്റ ന്യൂ ഡിവൈഡഡ് ബൈ സി. ലാംഡ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ന്യൂ ഡിവൈഡഡ് ബൈ സി. അപ്പോൾ ഇതെന്ത് വരും, ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു ലാംഡ എന്ന് പറയുന്നത് എമിഷൻ വേവ് ലെങ്ത് ആണ് 800 നാനോമീറ്റർ. സോ 800 നാനോമീറ്റർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് 208 GHz ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 into 10 raised to 8 meter per second. ഓക്കെ, ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും വി വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ് നമുക്ക് ഡെൽറ്റ ലാംഡ വേവ് ലെങ്ത് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4.4 into 10 raised to minus 10 or it is equal to 0.44 നാനോമീറ്റർ എന്ന് എഴുതാം. 0.44 നാനോമീറ്റർ. സോ നമുക്ക് വേവ് ലെങ്ത് സെപ്പറേഷനും കിട്ടി. ഇനി നമുക്കിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെ ഈ ഫ്രീക്വൻസി സെപ്പറേഷൻ 208 GHz കണ്ടുപിടിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ നമുക്ക് 2L nrന്റെ വാല്യൂ ഡയറക്റ്റ്ലി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അതല്ല, ഫ്രീക്വൻസി സെപ്പറേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെൽറ്റ ന്യൂയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ 0.44 നാനോമീറ്റർ ആണ് നിങ്ങൾക്ക് വേവ് ലെങ്ത് സെപ്പറേഷൻ കിട്ടുന്നത്. നൗ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് ആക്ച്വൽ നമ്പർ ഓഫ് മോഡ്സ് വിത്തിൻ ദി ഗെയിൻ കർവ് അല്ലെങ്കിൽ ഗെയിൻ സ്പെക്ട്രം. ഗെയിൻ സ്പെക്ട്രത്തിനകത്ത് ആക്ച്വലി എത്ര നമ്പർ ഓഫ് മോഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അതിനെ ഞാൻ എം ഡാഷ് എന്ന് എടുക്കുവാണ്. ഓക്കെ, എം എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ്, എം ഡാഷ് എന്ന് പറയുന്ന ഗെയിൻ കർവിനകത്ത് വരുന്ന നമ്പർ ഓഫ് മോഡ്സ്. സോ ദാറ്റ് ഇസ് ഗിവൺ ബൈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക, ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ. ഇതാണ് ഇക്വേഷൻ. ദാറ്റ് ഇസ് ടോട്ടൽ ബാൻഡ് വിഡ്ത്തിൽ നിന്ന് വേവ് ലെങ്ത് സെപ്പറേഷൻ ഡിവൈഡ് ചെയ്താൽ മതി. ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡീഫോൾട്ട് ആയിട്ട് ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ കേസ് ബാൻഡ് വിഡ്ത്ത് തന്നിട്ടില്ല എങ്കിൽ ഇതുവരെ എഴുതിയതിന് ശേഷം ഈ ഇക്വേഷനും എഴുതിയിട്ട് പറയുക ഇത്ര നമ്പർ ഓഫ് മോഡ്സ് ആയിരിക്കും നമുക്ക് ഗെയിൻ സ്പെക്ട്രത്തിനകത്ത് വരുന്നത്. സോ ദാറ്റ് ഇസ് എ നമ്പർ ഓഫ് മോഡ്സ് സപ്പോർട്ടഡ് ബൈ ദ ലേസർ. ബാൻഡ് വിഡ്ത്ത് ഉണ്ടെങ്കിൽ മാത്രം കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ്, അതായത് 1800 എന്ന് പറയുന്നത് അതുവരെ എഴുതിയതിന് ശേഷം out of 1800 modes, those modes that are inside the gain curve will be supported by the laser എന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി നിർത്തുക. ബാക്കി ഈ പറയുന്ന മാതിരി ഫ്രീക്വൻസി സെപ്പറേഷനോ അല്ലെങ്കിൽ വേവ് ലെങ്ത് സെപ്പറേഷനോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. സോ എം ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുക. എം ഡാഷ് വിൽ ബി ഈക്വൽ ടു ബാൻഡ് വിഡ്ത്ത് 6 നാനോമീറ്റർ ആണ് ഡിവൈഡഡ് ബൈ 0.44 നാനോമീറ്റർ. സോ ഇത് അപ്രോക്സിമേറ്റ്ലി 13.63 എന്ന് കിട്ടും. നമുക്ക് എന്തായിട്ട് എഴുതാം, നെക്സ്റ്റ് ഹയസ്റ്റ് ഇൻറ്റിജറിലോട്ട് മാറ്റുക, 40 മോഡ്സ്. ഓക്കെ, സോ ദെയർഫോർ ഔട്ട് ഓഫ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി നിർത്തണം, ഔട്ട് ഓഫ് 1800 മോഡ്സ് only 14 modes fall under the gain spectrum.
Okay, so this is the final answer. So out of 1800 modes എത്ര മോഡ് മാത്രമേ ലേസർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ? 14 മോഡ്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ.